ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽ സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന സിമ്പിൾ കോയിൻ ടെലഗ്രാം മൈനിങ്ങിനെ പറ്റിയിട്ടാണ്. എന്താണ് സിമ്പിൾ കോയിൻ ആദ്യം നോക്കാം. സിമ്പിൾ എന്ന് പറയുന്ന ഒരു ആപ്പിൻ്റെ കോയിനാണ് സിമ്പിൾ കോയിൻ. സിമ്പിൾ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി സെല്ലും ബൈയും ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് ഉണ്ട്. അതിപ്പോൾ പ്ലേ സ്റ്റോറിൽ മാത്രമേ ഉള്ളൂ, ആപ്പ് സ്റ്റോറിൽ നിലവിൽ വന്നിട്ടില്ല. പുതിയൊരു ആപ്പാണ്. ആ പ്ലേ സ്റ്റോറിൽ വന്നിട്ടുള്ളൂ, അപ്പോൾ ആപ്പ് സ്റ്റോറിൽ ഉടനെ തന്നെ വരും. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. എങ്ങനെ വിഡ്രോ അടിക്കാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുണ്ട്. സിമ്പിൾ ആപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും മുഴുവനായും കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ കമൻസിൽ ചോദിക്കുക. സിമ്പിളിൻ്റെ ഇൻ്റർഫേസ് ആദ്യം തന്നെ ഇങ്ങനെയാണ് വരിക. ഇവിടെ നമുക്കൊരു സ്മൈലീൻ്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും. അതുപോലെ തന്നെ 1000 സിമ്പിൾ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ജോയിനിങ് ബോണസ് ആയിട്ട് കിട്ടിയതാണ്, എൻ്റെ ലിങ്ക് വഴി കയറിയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കാം. ഇവിടെ ഒരു 8 മണിക്കൂറിൻ്റെ ടൈമർ കാണാം, 100 ടാപ്സ് എന്ന് കാണാം. അപ്പോൾ എന്താണ് 8 മണിക്കൂർ 100 ടാപ്സും എന്ന് നോക്കിയതിന് ശേഷം ബാക്കിയുള്ളതിലേക്ക് പോകാം. അപ്പോൾ അത് തന്നെ ഇവിടെ സ്റ്റാർട്ട് ഫാമിംഗ് എന്ന് പറയുന്ന ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. ഫാമിംഗ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതോടെ തന്നെ സിമ്പിൾ കോയിൻസ് അവിടെ ഇങ്ങനെ ആഡ് ആവുന്നതും കാണാം. അപ്പോൾ ഈ 8 മണിക്കൂറിൻ്റെ ടൈമർ അവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ 8 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിവിടെ കളക്ട് എന്ന് പറഞ്ഞ് വരും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും 8 മണിക്കൂറിൻ്റെ ടൈമർ സ്റ്റാർട്ട് ആവും. സിംപ്ലി നമ്മൾ ബ്ലമ്മൊക്കെ മൈൻ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ 8 മണിക്കൂറിലും കയറി ക്ലെയിം ചെയ്യുക എന്നൊരു കാര്യമാണ് നിങ്ങൾ ആദ്യമായിട്ട് ഇതിൽ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് എന്ന് പറഞ്ഞാൽ 100 ടാപ്സ് ഉണ്ട് എന്നിവിടെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് 100 ടാപ്പ്? ഈ സിമ്പിളിൻ്റെ ഒരു ലോഗോ കാണാം, അത് ക്ലിക്ക് ചെയ്യുന്നതോറും ഓരോ ടാപ്പും നമുക്കിവിടെ കുറയുന്ന കാണാം. ഒരു ടാപ്പിന് ഇപ്പോൾ കിട്ടുന്നത് 1 പോയിന്റ് വെച്ചാണ്. അങ്ങനെ ഇത് പെട്ടെന്ന് തീരും. ഞാനിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 30 സെക്കൻഡോടെ തന്നെ ആ 100 ടാപ്പും തീർക്കാൻ പറ്റും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ സിമ്പിൾ കോയിൻ ആഡ് ആവുന്നതും കാണാം. അപ്പോൾ നമുക്ക് ഇനി നോക്കാൻ പോകുന്നത്, ഈ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ കിട്ടുന്നത് 1 കോയിനാണല്ലേ, അതെങ്ങനെ കൂട്ടാം? നമ്മൾ ഓരോ ടാപ്പിനും കൂടുതൽ കോയിൻസ് എങ്ങനെ കിട്ടാം? അതുപോലെ തന്നെ 57 ടാപ്പ് എന്നുള്ളത് നമുക്ക് ഓരോ മെല്ലെ റീഫിൽ ആവുള്ളൂ. നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ മില്യൺ കണക്കിന് ഹാംസ്റ്റർ കോമ്പാറ്റ് പോലെ ട്രില്യണും ബില്യണൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കുറഞ്ഞ അളവേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ കുറഞ്ഞ അളവിന് തന്നെ നല്ല വാല്യൂ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ മില്യൺ കണ്ട് ശീലമായതുകൊണ്ട് എല്ലാവർക്കും മില്യൺ ഇല്ലാതെ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് എടുത്ത് പറഞ്ഞത്. മില്യൺ കണക്കിനൊന്നും വേണമെന്നില്ല. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഓരോ ടാപ്പിന് കിട്ടുന്ന കോയിൻ എങ്ങനെ കൂട്ടാം? അപ്പോൾ ഒരു ടാപ്പിന് എനിക്ക് 1 കോയിനാണ് കിട്ടുന്നത്. അതെങ്ങനെ കൂട്ടാൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ബൂസ്റ്റിൻ്റെ ബട്ടൺ കാണാം, ബൂസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 4000 SMPL, ഇപ്പോൾ എൻ്റെ കയ്യിൽ ബാലൻസ് ആകെ 1000 ഉള്ളൂ. ഇത് 4000 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ 4000 കൊടുത്തതിന് ശേഷം ടാപ്പ് സൈസ് 5 കൂടെ കൂട്ടാൻ പറ്റും. അപ്പോൾ ഒരു ടാപ്പിന് എനിക്ക് കിട്ടുന്ന കോയിൻ്റെ എണ്ണം 6 മാറും. അത് ഞാനിപ്പോൾ തന്നെ അപ്ഗ്രേഡ് ചെയ്ത് കാണിച്ചു തരാം. അടുത്ത സെക്ഷനിൽ നമുക്ക് കുറച്ചധികം കോയിൻസ് കിട്ടും. അവിടുന്ന് ഞാൻ ആ കോയിൻസ് എടുത്തിട്ട് ഇവിടെ അപ്ഗ്രേഡ് ചെയ്ത് കാണിച്ചു തരാം. അതിന് മുമ്പ് തന്നെ ഈ ഒരു പേജിലത്തെ എല്ലാ ഡീറ്റെയിൽസും നോക്കാം. ഇവിടെ നമുക്കൊരു യൂസർ ഐക്കൺ കാണാൻ പറ്റും, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് പ്രൊഫൈലാണ്, നമ്മളുടെ പ്രൊഫൈൽ. ഇവിടെ കണക്ട് സിമ്പിൾ എന്ന് പറയുന്ന ബട്ടൺ കാണാം. അത് ഞാൻ ഓൾറെഡി സിമ്പിളിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചുകൊണ്ടാണ് അത് കാണിക്കുന്നത്. അതിനുശേഷം നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതില്ല, സെറ്റ് ഇമെയിൽ എന്ന് പറയുന്ന ബട്ടൺ ആദ്യം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മെയിൽ ID ഇവിടെ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ യൂസ് ചെയ്യുന്നൊരു മെയിൽ ID കൊടുക്കുക. അതിനുശേഷം സേവ് ചേഞ്ചസ് അടിച്ച് കഴിഞ്ഞാൽ സേവ് ആവും. ഇമെയിൽ ഇവിടെ കൊടുത്തത് ഇതേ ഇമെയിൽ വെച്ചിട്ട് നമ്മൾ സിമ്പിളിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ അക്കൗണ്ട് എടുക്കും. എന്നിട്ട് സിമ്പിളിൻ്റെ ആപ്പിലേക്ക് ഇപ്പോൾ തന്നെ വിഡ്രോ അടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ സെയിം ഇമെയിൽ സിമ്പിളിൻ്റെ ആപ്പിലും സിമ്പിളിൻ്റെ ബോട്ടിലും യൂസ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ വിഡ്രോവൽ സക്സസ് ആവുക. ഓരോ ഓപ്ഷനും കൂടി ഇനി ഹോം പേജിൽ നമ്മൾ നോക്കാൻ ബാക്കിയുള്ളതാണ് സ്പിന്നിങ് വീൽ. നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്താൽ ഓരോ സ്പിന്ന് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ഡെയിലി ലോഗിൻ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്പിന്നും കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ ഞാൻ സ്പിൻ ചെയ്തപ്പോൾ എനിക്ക് 10,000 കോയിൻസ് കിട്ടി. ഓക്കെ, ഒറ്റ സ്പിന്നിൽ തന്നെ 10,000 കോയിൻ കിട്ടി. സ്പിന്നിങ് വീലിൽ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയാൽ കോയിൻ കിട്ടും. അതുപോലെ തന്നെ പ്രോഫിറ്റ് പെർ അവർ, ഇതിൽ പ്രോഫിറ്റ് പെർ അവർ ഉണ്ട്, അതെങ്ങനെ കൂട്ടാന്ന് പറഞ്ഞുതരാം. അത് കിട്ടും. അതുപോലെ തന്നെ ടാപ്പ് സൈസ്, നമുക്ക് ഓരോ ടാപ്പിനും എത്ര കോയിൻ കിട്ടണം എന്നുള്ളതും നമുക്ക് സ്പിന്നിങ് വീലിൽ നിന്ന് കിട്ടും. അപ്പോൾ അടുത്ത ടാപ്പായ ടാസ്കിലേക്ക് പോവാം. ടാസ്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ടാസ്ക്. ഡെയിലി നിങ്ങൾക്ക് ഇവിടെ 10000 SMPL ഉണ്ടാക്കാൻ പറ്റും. ജസ്റ്റ് പോസ്റ്റ് സ്റ്റോറി ക്ലിക്ക് ചെയ്യുക, ഗോ അടിക്കുക. അതിനുശേഷം ഗോ ടു റീൽസ് അടിച്ചിട്ട് നേരെ ബാക്ക് അടിച്ചാൽ മതി. റീൽസും കാര്യങ്ങളും തൊടേണ്ട ആവശ്യമില്ല. ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗോ ടു റീൽസ് അടിച്ച് കഴിഞ്ഞാൽ ഒരു 24 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഇവിടെ തന്നെ വരിക. ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോസസ്സിംഗ് മാറിയിട്ട് ഇവിടെ ക്ലെയിം എന്ന് പറയുന്ന ബട്ടനാവും. ക്ലെയിം അടിച്ച് കഴിഞ്ഞാൽ 10000 SMPL ഡെയിലി കിട്ടും. സ്റ്റോറി ഒന്നും ഇടാതെ തന്നെ നമുക്ക് കിട്ടും. അടുത്ത ഓപ്ഷൻസ് സെറ്റ് യുവർ ഇമെയിൽ ഉണ്ട്. ഇമെയിൽ സെറ്റ് ചെയ്താൽ 200 SMPL കിട്ടും. ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് 200. അങ്ങനെ കുറേ ടാസ്കുകളുണ്ട്. എല്ലാം സിമ്പിൾ ടാസ്ക്കാണ്. ജസ്റ്റ് കയറുക, ബാക്ക് അടിക്കുക, അത്രയും ചെയ്താൽ മതി. സ്റ്റാർട്ട് അടിക്കുക, ബാക്ക് അടിക്കുക, അത്രയും ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ കുറേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ കണ്ടാൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്ക് അടിക്കുക, ചെക്ക് കൊടുക്കുക. അപ്പോൾ ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ആ ചെക്കിങ് കഴിഞ്ഞ് ആ കോയിൻ ഇപ്പോൾ കയറും. കണ്ട കംപ്ലീറ്റഡ് ആയി. അപ്പോൾ ആ കോയിൻ എനിക്ക് അവിടെ ആഡ് ആയിട്ടുണ്ടാവും. അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക. പിന്നെ നമുക്ക് മെയിനായിട്ടൊരു ടാസ്ക് നോക്കാനുള്ള സിമ്പിളിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. നിങ്ങൾക്കൂടെ കാണുന്ന ടാസ്ക് എന്ന് പറഞ്ഞിട്ട് ഫൈൻഡ് ആൻഡ് ഇൻസ്റ്റാൾ സിമ്പിൾ എന്ന് പറയുന്ന ഒരു ടാസ്ക് ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്കായിരിക്കും ഉണ്ടാവുക. ഞാൻ ഇപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് വന്നതാണ്. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ എല്ലാ കാര്യങ്ങളും വായിച്ച് നോക്കാം. നിങ്ങൾക്ക് ഫൈൻഡ് സിമ്പിളിനെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഫൈൻഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, അത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ സിമ്പിളിൽ കൊടുത്തിരിക്കുന്ന സെയിം ഇമെയിൽ വെച്ചിട്ട് വേണം സിമ്പിളിൻ്റെ ആപ്പ് ചെയ്യാൻ. വേറെ ഇമെയിൽ ആണെങ്കിൽ വർക്ക് ആവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗോ അടിച്ച് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിലേക്ക് പോകും. പ്ലേ സ്റ്റോറിലേക്ക് പോകുമ്പോൾ സിമ്പിൾ കാണാൻ പറ്റില്ല. കുറച്ച് താഴേക്കൊക്കെ വന്നാൽ നമുക്ക് വേണം സിമ്പിൾ ബൈ ക്രിപ്റ്റോ BTC USDT എന്ന് പറയുന്ന ആപ്പ് കാണാം. ഇതാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്പ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യണം നിർബന്ധമല്ല. ഇൻസ്റ്റാൾ ആയതിനു ശേഷം നിങ്ങളുടെ മെയിൽ ID കൊടുക്കുക. അവിടെ നിങ്ങളുടെ ഒരു OTP വരും. ആ ഒരു OTP അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പേഴ്സണൽ
പേഴ്സണൽ ഡീറ്റെയിൽസ്, കുറച്ച് ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ നിങ്ങൾ ഏതൊരു അക്കൗണ്ട് എടുക്കുകയാണെങ്കിലും കൊടുക്കുന്ന ഏജ് കാര്യങ്ങൾ അറിയാനുള്ളത്, അതുപോലെ തന്നെ നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. അതൊക്കെ കൊടുക്കുക. അതിനുശേഷം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. KYC കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്യണം നിർബന്ധമല്ല, ചെയ്യേണ്ടവർക്ക് മാത്രം ചെയ്താൽ മതി. KYC ചെയ്തില്ല എന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളിൽ നിന്ന് വിഡ്രോവൽ കിട്ടാതിരിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സിമ്പിളിൻ്റെ ടാസ്ക് ഇവിടെ കംപ്ലീറ്റ് ആവുന്നതാണ്. പിന്നെ ഇവിടെ തന്നെയുള്ള ഓപ്ഷൻ റെഫറലാണ്. റെഫ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്താൽ 1000 കിട്ടും. അങ്ങനെ 50 ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നത് വരെ ഉണ്ട്. 1,00,000 SMBL വരെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്താൽ ഇവിടുന്ന് കിട്ടുന്നതാണ്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ബൂസ്റ്റാണ്. ബൂസ്റ്റിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് കുറേ ആൾക്കാർക്ക് ഡൗട്ടുള്ള സംഭവം. എല്ലാം ലോക്കായിരിക്കും ആദ്യം. അപ്പോൾ അത് എങ്ങനെ അൺലോക്ക് ചെയ്യാൻ നോക്കാം. നിങ്ങൾ ഓരോന്നും അൺലോക്ക് ചെയ്യുന്നത് എന്താണെന്ന് വായിച്ച് നോക്കുക. ഓക്കെ, സ്വന്തമായിട്ടൊന്ന് വായിച്ച് നോക്കാൻ ശ്രമിക്കുക. എല്ലാ പ്രാവശ്യം ഓരോ കാർഡ് എന്താണെന്ന് എനിക്ക് പേഴ്സണലി പറഞ്ഞുതരാൻ പറ്റില്ല, അത് ഇമ്പോസിബിൾ ആണ്. ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ കസ്റ്റോഡിയൻ വാലറ്റ് എന്ന് പറയുന്ന കാർഡ് ഇവിടെ കാണാം. അത് അൺലോക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതിൻ്റെ താഴെ തന്നെ എഴുതിയിട്ടുണ്ട്. എല്ലാ കാർഡുകൾക്കും എന്താണ് അത് അൺലോക്ക് ആക്കാൻ ചെയ്യേണ്ടത് താഴെ എഴുതിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ കാർഡ് നമ്മൾ അൺലോക്ക് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക എഴുതിയിട്ടുണ്ട് ഇവിടെ. ടാപ്പ് ലിമിറ്റ് 100 SMBL കൂടും എന്ന് വെച്ചാൽ ഇതാണ് നമ്മളുടെ ടാപ്പ് ലിമിറ്റ്. നിങ്ങൾക്കിവിടെ അത് ആ കാർഡ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ 100 കൂടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബൂസ്റ്റിലേക്ക് പോകാം. ഇത് തുറക്കണമെങ്കിൽ എന്താക്കണം, ബ്ലോക്ക് ചെയിൻ ലെവൽ 2 ആക്കണം. അപ്പോൾ ബ്ലോക്ക് ചെയിൻ എവിടെയാണുള്ളത് നോക്കുക. ഇവിടെ എവിടെയെങ്കിലും ബ്ലോക്ക് ചെയിൻ കാണുന്നുണ്ടോ? ഇല്ല. അടുത്ത കോയിൻസിലേക്ക് പോയി കഴിഞ്ഞാൽ കണ്ടോ ബ്ലോക്ക് ചെയിൻ ഇവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ എല്ലാ ടാബിലും പോകാം. നിങ്ങൾ ഏത് കാർഡാണ് പറഞ്ഞത് നോക്കുക, ആ കാർഡ് എത്ര ലെവലാക്കാൻ പറഞ്ഞത് നോക്കുക. അപ്പോൾ ബ്ലോക്ക് ചെയിൻ ലെവൽ 2 ആക്കാനാണ് പറയുന്നത്. കോയിൻസിലേക്ക് പോയി ഇപ്പോൾ ബ്ലോക്ക് ചെയിൻ ഉള്ളത് ലെവൽ 0 അത് ലെവൽ 2ലേക്ക് എത്തിക്കണം. അപ്പോൾ പേ അടിച്ചു 100 SMBL ആണ് ഒരു ലെവൽ ഇൻക്രീസ് ആക്കാൻ വേണ്ടത്. അപ്പോൾ അത് ലെവൽ 1 ആയി കഴിഞ്ഞു. ഇനി ലെവൽ 2 ആയാലേ നമുക്ക് അൺലോക്ക് ആവുള്ളൂ. അപ്പോൾ ഞാൻ ലെവൽ 2 ആക്കാണ്. അപ്പോൾ ലെവൽ 2 ആയി. പിന്നെ സിമ്പിളിലേക്ക് വന്നാൽ കണ്ടോ ആ കസ്റ്റോഡിയൻ വാലറ്റ് എന്ന് പറയുന്ന കാർഡ് ഓപ്പൺ ആയി. ഇത്ര സിമ്പിളാണ് ഓരോ കാർഡ്സും അൺലോക്ക് ചെയ്യാൻ. ഹാപ്സ്റ്റർ കോമ്പാറ്റിൽ നമ്മൾ ചെയ്യുന്ന സെയിം പരിപാടി തന്നെയാണ് ഈ കാർഡ്സിൻ്റെ കാര്യത്തിലുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓരോ കാർഡ് അൺലോക്ക് ആക്കുന്നതോറും നിങ്ങളുടെ കോയിൻ പെർ അവറും അതുപോലെ തന്നെ ടാപ്പ് ലിമിറ്റ് ഇവിടെ കൂടുന്നത് കാണാം. ഇനി കോയിൻ പെർ അവർ കൂട്ടാനായിട്ടുള്ള വേറെ കാർഡുകളുണ്ടാവും. ഇവിടെ എല്ലാം ടാപ്പ് ലിമിറ്റാണ്. അതിനുശേഷം കോയിൻസിലേക്ക് പോയി കഴിഞ്ഞാൽ കോയിൻ പെർ അവർ നിങ്ങളുണ്ട്. ബ്ലോക്ക് ചെയിൻ അപ്ഗ്രേഡ് ചെയ്യുന്നതോറും നിങ്ങളുടെ ഓരോ മണിക്കൂറിൽ നിങ്ങൾക്ക് കിട്ടുന്ന കോയിൻ്റെ എണ്ണം ഇൻക്രീസ് ആവും. ഇപ്പോൾ ഞാൻ അടുത്ത ലെവലിലേക്ക് ഇൻക്രീസ് ചെയ്താൽ എന്താ കിട്ടുക നോക്കാം. 2 SMBL കോയിൻ പെർ അവറിലേക്ക് കൂടും. ഓക്കെ, അങ്ങനെ ഓരോ കാര്യങ്ങൾ എന്താ നിങ്ങൾ തന്നെ വായിച്ച് നോക്കുക. എല്ലാ കാർഡും പറഞ്ഞാൽ ഈ വീഡിയോ ഒന്നും തീരലുണ്ടാവില്ല. നമുക്ക് കസ്റ്റോഡിയൻ വാലറ്റ് അപ്ഗ്രേഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ടാപ്പ് ലിമിറ്റ് എന്ന് പറയുന്നത് 100 ഇവിടെ നമ്മൾ ഈ 500 SMBL കൊടുത്തിട്ട് ടാപ്പ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്താൽ 100 SMBL കിട്ടുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ അപ്ഗ്രേഡ് ചെയ്തു. അപ്പോൾ 100 എന്നുള്ള 200 ആയി. അങ്ങനെയാണ് നമ്മൾ ഈ SMBL ടാപ്പ് ലിമിറ്റും SMBL കോയിൻ പെർ അവർ നമ്മൾ കൂട്ടേണ്ടത്. നോർമലി ഇനി വരുന്ന ഡൗട്ടാണ്, നമ്മൾ കോയിൻസ് ആണോ ഇതിൽ നോക്കുന്നത് പ്രോഫിറ്റ് പെർ അവർ ആണോ നോക്കുന്നത് എന്നുള്ളത്. ഹാംസ്റ്റർ കോമ്പാറ്റ് പോലെ ഇതിൽ റാങ്കിങ്ങും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് കോയിൻ തന്നെയാണ് വേണ്ടത്. നമ്മൾ വിഡ്രോ അടിക്കുമ്പോഴും നമുക്ക് കോയിൻ തന്നെയാണ് കിട്ടുക. ഇനി നമ്മൾ പ്രോഫിറ്റ് പെർ അവർ എന്തിന് കൂട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ മണിക്കൂറിലും കിട്ടുന്ന കോയിൻസിൻ്റെ അളവ് കൂട്ടാൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് വാല്യൂ ഉള്ളത് കോയിൻസിന് തന്നെയാണ്. നിങ്ങൾ മാക്സിമം കോയിൻസ് ആക്കാൻ നോക്കുക. പ്രോഫിറ്റ് പെർ അവർ എന്തായാലും കൂട്ടണം. അത് കൂട്ടിയാലാണ് നിങ്ങൾക്ക് കൂടുതൽ കോയിൻസ് ഓരോ മണിക്കൂറിലും കിട്ടുക. അല്ലാതെ ഹാംസ്റ്റർ പോലെ കോയിൻ പെർ അവർ അനുസരിച്ചല്ല ഇതിൽ റാങ്കിങ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബാലൻസ് ആണ് മാക്സിമം കൂട്ടേണ്ടത്. ആ ഓരോ കാർഡുകൾ നിങ്ങൾക്ക് നോക്കാം എന്തൊക്കെ ആക്കിയാലാണ് എന്തൊക്കെ തുറക്കാമെന്ന് ഇവിടെ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ടാപ്പ് ലിമിറ്റ് ഇതാണെന്ന്. ഇപ്പോൾ നമ്മൾ നേരത്തെ അപ്ഗ്രേഡ് ചെയ്തു, ഒരു ലെവൽ അപ്ഗ്രേഡ് ചെയ്തപ്പോൾ 100 കൂടി. അങ്ങനെയാണ് നമ്മൾ ടാപ്പ് ലിമിറ്റ് കൂട്ടുക. അതിനനുസരിച്ച് നമുക്ക് ഓരോ ടൈമിനും കിട്ടുന്ന ടാപ്പിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ കൂടുന്ന കാണാം. ഇനി നമുക്ക് ഈ ബൂസ്റ്റ് അപ്ഗ്രേഡ് ചെയ്ത് കാണിച്ചു തരാം. ബൂസ്റ്റ് അപ്ഗ്രേഡ് ചെയ്തു. അപ്പോൾ എനിക്ക് ഒരു ടാപ്പിന് ഒരു കോയിൻ വെച്ചാണ് ഇത്ര നേരം കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ടാപ്പിന് 6 കോയിൻസ് വെച്ച് ആഡ് ആവുന്നുണ്ട്. അപ്പോൾ ആ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾക്ക് കുറേ ടാപ്പുകൾ കിട്ടും. പെട്ടെന്ന് തന്നെ തീർന്നു പോകും. അതിനുശേഷം മെല്ലെ റീഫിൽ ആവുള്ളൂ. നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്നവർ റീഫിൽ ആവില്ല. റീഫിലിൻ്റെ സ്പീഡൊക്കെ കൂടണമെങ്കിൽ നിങ്ങൾ ഓരോ കാർഡുകളും അപ്ഗ്രേഡ് ചെയ്ത് നല്ലൊരു ലെവലിലേക്ക് എത്തണം. എങ്കിലും നിങ്ങൾക്ക് റീഫിലിൻ്റെ കാര്യങ്ങളൊക്കെ സ്പീഡാവുള്ളൂ. അപ്പോൾ അത്രയാണ് ഈ ഒരു പേജിൽ ബൂസ്റ്റിൻ്റെ പേജിൽ പറയാനുള്ളത്. ഇന്നുള്ള ഇൻവൈറ്റ് തന്നെയാണ്. ഇൻവൈറ്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞു. റെഫറൽ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇൻവൈറ്റ് ഫ്രണ്ട് അടിച്ചാൽ കിട്ടും. ഷെയർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫ്രണ്ട് ജോയിൻ ചെയ്താൽ ഫ്രണ്ടിന് ഒരു ബോണസ് കിട്ടും. അതിനോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട് ഏൺ ചെയ്യുന്നതിൻ്റെ 10% കിട്ടും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ വിഡ്രോ അടിക്കാം, സിമ്പിൾ കോയിൻ എങ്ങനെ നമ്മുടെ സിമ്പിളിൻ്റെ ആപ്പിലേക്ക് വിഡ്രോ അടിക്കാം എന്നുള്ളതാണ്. ഓർക്കുക, അവിടെ നിന്ന് ഇപ്പോൾ സെല്ല് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എപ്പോഴാണ് സെല്ല് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഇപ്പോൾ അതിൽ കാണാൻ പറ്റും. അത് ഞാനിപ്പോൾ തന്നെ പറഞ്ഞുതരാം എപ്പോഴാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേറെ എക്സ്ചേഞ്ചിലേക്ക് ഇപ്പോൾ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല. സെല്ല് ചെയ്യാൻ ഓപ്ഷനും ഇല്ല. സിമ്പിൾ കോയിൻ ഇതുവരെ ലിസ്റ്റ് ആയിട്ടില്ല. എന്ന് ലിസ്റ്റ് ആവുമെന്ന് ഇപ്പോൾ തന്നെ ഞാൻ പറയും ഈ വീഡിയോ തന്നെ. അത് നോക്കുക. അതിന് മുമ്പ് ലിസ്റ്റ് ആവുമെന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ ന്യൂസും ഫേക്കാണ്. ഓക്കെ, ഇവരുടെ ഒഫീഷ്യൽ സൈഡിൽ നിന്ന് ഒരു അപ്ഡേറ്റ് വരുമ്പോൾ നമ്മൾ തന്നെ നമ്മളുടെ ചാനലിലും ടെലഗ്രാമിലും അപ്ഡേറ്റ് ചെയ്യും. അല്ലാതെ നിങ്ങൾ ആർക്കും നിങ്ങളുടെ സിമ്പിൾ കോയിൻ സെൻഡ് ചെയ്ത് കൊടുക്കുകയൊന്നും ചെയ്യരുത്. അത് വെറും സ്കാം ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇത് നിങ്ങളുടെ സിമ്പിൾ ആപ്പിലോ ബോട്ടിലോ ശേഖരിച്ച് വെക്കുക. ലിസ്റ്റിംഗ് വരുമ്പോൾ നിങ്ങളുടെ എക്സ്ചേഞ്ചിലേക്ക് മാത്രം സെൻഡ് ചെയ്യുക, അല്ലാതെ ഒരാൾക്കും നിങ്ങൾ അയച്ചു കൊടുക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും കുറച്ച് കോയിൻ ബാലൻസ് ആക്കിയിട്ട് വരാം. എങ്കിലും നിങ്ങൾക്ക് നല്ലൊരു വാല്യൂ വിഡ്രോ അടിച്ച് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ അത്യാവശ്യം കോയിൻ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ലെഫ്റ്റ് സൈഡിലെ വിഡ്രോവൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വിഡ്രോവൽ പേജിലേക്ക് വരും. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സിമ്പിളിൻ്റെ ആപ്പിലും സിമ്പിളിൻ്റെ ബോട്ടിലും നിങ്ങൾ സെയിം ഇമെയിൽ ID യൂസ് ചെയ്യണം എങ്കിലേ പറ്റുള്ളൂ. അത് മസ്റ്റാണ്. ഓക്കെ, അതിനുശേഷം വിഡ്രോവൽ കണ്ടീഷൻസ് നോക്കുമ്പോൾ 20 ആളെ ഇപ്പോൾ റെഫർ ചെയ്താലേ നമുക്ക് വിഡ്രോ അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിഡ്രോ അടിക്കണമെങ്കിൽ 20 ആളെ റെഫർ ചെയ്യൽ മസ്റ്റാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കേണ്ട. ഇതുപോലെ പല പ്രോജക്ട്സും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് അവസാനം ലിസ്റ്റിംഗ് ആകുമ്പോൾ ഈ റെഫറൽ കണ്ടീഷൻസ് ഒന്നും ഉണ്ടാവില്ല. അല്ലാതെ തന്നെ 100% നമുക്ക് ഒരുമിച്ച് വിഡ്രോവൽ അടിക്കാം. ഓക്കെ, അത് ലിസ്റ്റിംഗ് ആവുന്നവരെ വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇപ്പോൾ ജസ്റ്റ് സിമ്പിളിൻ്റെ ആപ്പിലേക്ക് ഇപ്പോൾ തന്നെ മാറ്റണം എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം 20
ആൾക്കാരെ റെഫർ ചെയ്യണം. സിമ്പിളിൻ്റെ ബോട്ടിൽ തന്നെ വെച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നവും ഇല്ല. പിന്നീട് മെയിനായിട്ടുള്ളൊരു കണ്ടീഷനാണ് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ എത്ര ബാലൻസ് ഉണ്ടോ അതിൻ്റെ 10%, ഇപ്പോൾ 100 കോയിൻ ഉണ്ടെങ്കിൽ 10 കോയിനെ നമുക്ക് ഒരു ദിവസം വിഡ്രോൽ അടിക്കാൻ പറ്റുള്ളൂ. പിന്നെ 24 hours കഴിഞ്ഞാൽ വീണ്ടും 10% അടിക്കാം. അങ്ങനെ ഓരോ ദിവസവും നമ്മളെ കയ്യിലുള്ള ബാലൻസിൻ്റെ 10% മാത്രമാണ് നമുക്ക് വിഡ്രോ അടിക്കാൻ പറ്റുക. കണ്ടിന്യൂ പ്രസ് ചെയ്ത് അടുത്ത പേജിൽ എത്ര കോയിനാണ് വിഡ്രോ അടിക്കേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മളുടെ കയ്യിൽ ഇപ്പോൾ മുഴുവൻ എത്ര കോയിൻ ഉണ്ടോ ആ കോയിൻ്റെ 10% മാത്രമേ നമുക്ക് ഓരോ ദിവസവും വിഡ്രോ അടിക്കാൻ പറ്റുള്ളൂ. ഒരു പ്രാവശ്യം വിഡ്രോൾ ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത 10% നമുക്ക് വിഡ്രോൾ ചെയ്യാം. അങ്ങനെ ഓരോ ദിവസവും 10% ചെയ്യാം. ഇത് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ വിഡ്രോൾ സക്സസ് ആയിട്ടുണ്ട്. ഗോട്ടിട്ട് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സിമ്പിളിൻ്റെ ആപ്പ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സിമ്പിളിൻ്റെ ആപ്പ് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് എല്ലാ സംഭവങ്ങളും സെറ്റാക്കി സെയിം ഇമെയിൽ ID വെച്ച് കണക്ട് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്പൺ ആവും. ഇനി ഓപ്പൺ ആയില്ലെങ്കിൽ നിങ്ങൾ സിമ്പിളിൻ്റെ ആപ്പ് മാനുവലി ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കളക്ട് സിമ്പിൾ എന്ന് പറയുന്ന ഒരു സംഭവം വരും. കളക്ട് അടിക്കുക, നമ്മളവിടുന്ന് സെൻഡ് ചെയ്യുന്ന മുഴുവൻ കോയിൻസും അപ്പോൾ ഇവിടെ കളക്റ്റായി വരുന്നതാണ്. അതിന് തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് ഇവരുടെ റോഡ് മാപ്പ് കാണാം. കൃത്യമായിട്ട് ഡേറ്റുകളും കൊടുത്തിട്ടുണ്ട്. റോഡ് മാപ്പിൽ നമുക്ക് വ്യക്തമായിട്ട് ഇവർ പറയുന്നത് കാണാം. ലിസ്റ്റിംഗ് ഇവർ പറഞ്ഞിരിക്കുന്നത് 2025 Q1 എന്ന് വെച്ചാൽ Q1 ആണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഈ ഏതെങ്കിലും ഒരു മാസത്തിൽ, ഏപ്രിലാണ് ഏറ്റവും അവസാനം വരെ പോവുക. അപ്പോൾ ഈ ഒരു ടൈമിലായിരിക്കും ലിസ്റ്റ് ആവുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി കുറേ മാസങ്ങളുണ്ടല്ലോ എന്ന്. അങ്ങനെ ചിന്തിക്കുന്നത് ശരിക്കും പറഞ്ഞ ഒരു മണ്ടത്തരാണ്. ഇത്രയും മുന്നേ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇത്രയും ജെനുവിൻ ആയിട്ടുള്ള ഒരു എയർ ഡ്രോപ്പിൽ ഇത്രയും പെട്ടെന്ന് നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോഴേ ജോയിൻ ചെയ്ത് മൈൻഡ് ചെയ്താൽ നമുക്ക് ആ ലിസ്റ്റിംഗ് ടൈം ആകുമ്പോഴത്തേക്കും നല്ലൊരു ഏണിങ്സ് തന്നെ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും 99% ആൾക്കാർ എന്താ ചെയ്യുക, ലിസ്റ്റിംഗ് വരാൻ വെയിറ്റ് ചെയ്യും. ലിസ്റ്റിംഗ് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അനൗൺസ് ചെയ്യുമ്പോഴാണ് ബോധോദയം വരിക, എൻ്റെ കയ്യിൽ കോയിൻസ് ഇല്ലല്ലോ എന്ന്. അപ്പോൾ നല്ലോണം ഇരുന്ന് മൈൻഡ് ചെയ്യാൻ തുടങ്ങും. പക്ഷേ കാര്യമില്ല, ആദ്യം നമ്മളെ മുന്നേ സ്റ്റാർട്ട് ചെയ്തവർ നമ്മളെക്കാട്ടും എത്രയോ മില്യൺ കണക്കിന് കോയിൻസ് മേലായിരിക്കും. അപ്പോൾ അവർക്കാണ് എല്ലാം കിട്ടുക. അവസാനം ജോയിൻ ചെയ്തവർക്ക് ഒന്നും കിട്ടില്ല. അതുപോലെ തന്നെ ഇവർ ജെനുവിനായിട്ട് പറഞ്ഞു കഴിഞ്ഞു Q1 2025 നമ്മൾ ലിസ്റ്റിംഗ് ചെയ്യാൻ. അല്ലാതെ ടാപ്സ് ആപ്പിനെ പോലെ അടുത്ത മാസം ലിസ്റ്റിംഗ് ആണ് കേട്ടോ ഒന്ന് പ്രഖ്യാപിച്ചിട്ട് അടുത്ത മാസം 1-ാം തീയതി വന്നിട്ട് ഇന്ന് ഞങ്ങൾക്ക് പറ്റുന്നില്ല, ഞങ്ങളുടെ പണി കഴിഞ്ഞിട്ടില്ല എന്ന് ഇവർ പറയുന്നില്ല. ഇവർ വ്യക്തമായിട്ട് ഇവർക്ക് ഇന്ന സമയത്ത് പണി കഴിയുള്ളൂ എന്ന് ഇവർ പറഞ്ഞു. അപ്പോഴാണ് നമ്മളുടെ ലിസ്റ്റിംഗ്. അതുവരെ നമുക്ക് മൈൻഡ് ചെയ്യാൻ സമയമുണ്ട്. ഇന്ന് തുടങ്ങി നാളെ വിഡ്രോവൽ വേണം എന്നുള്ളവർ ഈ മൈനിങ്ങേ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് സമയം വേസ്റ്റാണ്, നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതും സമയം വേസ്റ്റാണ്. എനിക്ക് വർഷങ്ങളായിട്ട് നിന്നുള്ള എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്. നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് വിഡ്രോവൽ കിട്ടണമെന്ന് വിചാരിച്ചൊരു മൈനിങ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങളുടെ ടൈം നിങ്ങൾ വെറുതെ വേസ്റ്റ് ചെയ്യാണ്. ഇത്രയും പെട്ടെന്ന് ക്യാഷ് കിട്ടണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ മൈനിങ് ചെയ്യാതിരിക്കുക. വേറെ എന്തെങ്കിലും ജോലിക്ക് പോവുക. ഓക്കെ, അതാകുമ്പോൾ മാസം ശമ്പളം കിട്ടും. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ എനിക്കൊക്കെ പലതും വിഡ്രോവൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ അതെങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ 6 മാസം മുന്നേ സ്റ്റാർട്ട് ചെയ്തതാണ്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ വിഡ്രോവൽ കിട്ടുന്നത്. അപ്പോൾ എനിക്കൊരു സ്ഥിര വരുമാനമാണ്. കാരണം ഞാൻ ഒരു 6 മാസം ഒരു പൈസ കിട്ടാതെ വർക്ക് ചെയ്തു. പിന്നീട് ഞാൻ കിട്ടുന്ന എല്ലാ പ്രൊജക്റ്റിലും ജോയിൻ ചെയ്ത് മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുമിച്ച്. അപ്പോൾ ഓരോ പ്രൊജക്റ്റിലും ഇരിക്കാതെ എല്ലാ പ്രൊജക്റ്റിലും നിങ്ങളുടെ ടൈം ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ടോപ്പ് ജെനുവിൻ പ്രോജക്ട്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ കയറുക. നിങ്ങളെല്ലാ പ്രോജക്ട്സും ഇതിനൊപ്പം ഒരുമിച്ച് മൈൻഡ് ചെയ്യുക. ജോയിൻ ചെയ്തിട്ടിട്ട് പിന്നെ അതിലേക്ക് കയറാതിരിക്കാനാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട. ജോയിൻ ചെയ്ത് ഡെയിലി മൈൻഡ് ചെയ്യാൻ സമയമുള്ളവരും ക്ഷമയുള്ളവരും മാത്രം ചെയ്യുക എന്ന് മാത്രം ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഏതൊക്കെയാണ് ഈ വർഷത്തെ ഏറ്റവും നല്ല പ്രോജക്ട്സ് എന്നുള്ളൊരു വീഡിയോ ഉടനെ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ മൈനിങ് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കിട്ടാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് നിങ്ങൾക്ക് എത്തുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ടെലഗ്രാം ചാനലിൽ മറക്കാതെ ജോയിൻ ചെയ്യുക. എല്ലാ ചെറിയ അപ്ഡേറ്റ്സും അവിടെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.